ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിസംബർ 1, ഈ വർഷത്തെ അവസാനത്തെ മാസം. ഇനി കേവലം 30 ദിനങ്ങൾ മാത്രം. അതും കൂടെ കഴിഞ്ഞാൽ ഈ വർഷം 2024 എന്ന് പറയുന്ന ഈ വർഷം നമ്മൾ വിട്ടുപോകും. പലർക്കും ഈ വർഷം നല്ലൊരു വർഷമായിരുന്നു. എനിക്കും നല്ലത് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ലൊരു വർഷമായിരുന്നു ഈ വർഷം. പ്രത്യേകിച്ച് എൻ്റെ യൂട്യൂബ് ചാനലിന് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടൊക്കെ മുന്നോട്ട് പോയൊരു വർഷം, നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത് ഈ വർഷമാണ്. കഴിഞ്ഞ വർഷം ഒരു ജൂണൊക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ചാനൽ ആരംഭിച്ചത്. പക്ഷെ അവിടെ തൊട്ട് ഈ വർഷം ജനുവരി വരെയുള്ള കണക്ക് നോക്കിയാൽ 400 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാൻ ഞാൻ പെട്ട പാട് കുറച്ചൊന്നുമില്ല. ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ ആർക്കും അയച്ചു കൊടുക്കാറില്ല. കാരണം ഇപ്പോൾ ഞാൻ അയച്ചു കൊടുക്കാതെ തന്നെ ദിവസവും കുറഞ്ഞത് ഒരു 20 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചെങ്കിലും കിട്ടും. അങ്ങനെ എൻ്റെ ഇപ്പോൾ ചാനൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അതിന് ഈ വർഷം ഒരു നിമിത്തമായില്ല ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ മാസം വർഷാവസാനത്തിൻ്റെ മാസമാണെങ്കിലും നല്ല ലക്ഷണം ഒരിക്കലും തോന്നണം. മഴയൊക്കെ പെയ്തിട്ടുണ്ട്, ഭൂമിയൊക്കെ നനഞ്ഞു. കുറേ നാളായി മഴയൊക്കെ ഒന്ന് പെയ്തിട്ട്. അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇനി എപ്പോഴാ ഒരു മഴയൊക്കെ വരികയെന്ന്. അങ്ങനെ മഴ വന്നു എന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പം തന്നെ അടുത്ത മഴ. അവസാന മാസത്തിൻ്റെ തുടക്കം നല്ല മഴയിലൂടെ. അപ്പോൾ ഈ വർഷാവസാനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. മഴ ഒരു നല്ല ലക്ഷണമായിട്ടാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ ആവട്ടെ. ഈ വർഷം പലർക്കും എന്ന പോലെ മലയാള സിനിമയ്ക്ക് ഒരു നല്ല വർഷമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ വിജയം കിട്ടിയ ഒരു വർഷം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ 100 കോടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ച മലയാള സിനിമകൾ ഉണ്ടായത്. 2016 ആദ്യമായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് 100 കോടി ക്ലബ്ബിൽ പിടിക്കാൻ പറ്റിയത്. പിന്നെ 3 വർഷം കഴിഞ്ഞാൽ അടുത്ത ഒരു 100 കോടി ഉണ്ട്. പിന്നെയും ഒരു 4 വർഷം കഴിഞ്ഞാൽ അടുത്ത ഒരു 100 കോടി ഉണ്ട്. എന്നാൽ ഈ വർഷം 1 2 അല്ല 5 സിനിമകളാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. എല്ലാവരും പറയുന്നത് ഈ വർഷം മലയാള സിനിമയുടെ ഒരു ട്രെയിലറാണെന്ന്. അടുത്ത വർഷമാണ് ഇതിൻ്റെ യഥാർത്ഥ വിശ്വരൂപം വരാൻ പോകുന്നതെന്ന്. ആവട്ടെ, അടുത്ത വർഷം മലയാള സിനിമയ്ക്കും നമുക്കും ഒരു നല്ല വർഷമായിട്ട് മാറട്ടെ. കണ്ടില്ലേ, മഴ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നു. അപ്പോൾ 1-ാം തീയതി ആയിട്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാസം മഴ നല്ല തകർപ്പനായിരിക്കും എന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഇന്ന് മാത്രമല്ല, ഈ വർഷാവസാനത്തിലെ അവസാന മാസത്തിലെ ഓരോ ദിവസവും നല്ലൊരു ദിവസമായി തീരട്ടെ. ഹാപ്പി ആയിട്ട് നമുക്ക് ഈ 2024 ബൈ പറയിക്കാം. So, have a nice day. Bye.